സന്നിധാനത്ത് അയ്യപ്പന്മാരെക്കാൾ വേഗത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. 25 വർഷമായി നിത്യേന സന്നിധാനത്തെത്തുന്ന ശ്രീധരേട്ടൻ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. എങ്ങനെയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്? സന്നിധാനത്തേക്ക് എത്തുന്നത് എൻ്റെ 33-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ച സഹോദരങ്ങൾ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെയായി എനിക്കൊരു അന്ന് തന്നെ ഞാനൊരു ദൈവികമായിട്ടൊരു മൂകാംബിക ക്ഷേത്രത്തിൽ കുറേ നാൾ പോയി അങ്ങനെ ഭക്ഷണമൊക്കെ ഇരുന്നു. ഞാൻ ഒരു ദേവി ക്ഷേത്രങ്ങളായിട്ടൊരു താല്പര്യമാണ്. മുപ്പത്തിമൂന്നാം വയസ്സിൽ അമ്മ മരിച്ചതോടെ ഒറ്റയ്ക്കായി. പിന്നീട് വയനാട്ടിൽ നിന്ന് മൂകാംബികയിലെത്തി. 1.5 വർഷം കുടജാദ്രി. പിന്നീട് ആ തീർത്ഥാടനം നീണ്ടു. ദിവസം കഴിഞ്ഞാൽ അടുത്ത യാത്ര എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത് നേപ്പാളിലേക്കാണ്. നേപ്പാളിൽ പോയി 1.5 മാസത്തോളം ശിവരാത്രി കഴിഞ്ഞിട്ട് വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ആ വഴി കാശി പോകും. കാശി കഴിഞ്ഞാൽ പിന്നെ ബദ്രിനാഥായി ഏപ്രിൽ മാസം വന്നാൽ ബദ്രിനാഥ് ദർശനത്തിൽ പോകും. ഈ സ്ഥലം എവിടെയൊക്കെ പോയാലും ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം പോയാലും നട തുറക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവും. 25 വർഷം മുൻപാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. 2000 നവംബർ മാസം 1-ാം തീയതി ഇവിടെ വന്നു. 26 വർഷം ഇവിടെ വന്ന് പണിയൊന്നും കിട്ടാവുന്ന പത്രത്തിലൊന്നും വലിയ പരിചയമില്ലായിരുന്നു. കുറേ മലയാളിമാരുടെ കയ്യിൽ പണിയെടുക്കും. 20-24 മണിക്കൂർ പണിയെടുപ്പിക്കുക. അവന്മാർ അന്നത്തെ കാലത്ത് പൈസ. അത് കഴിഞ്ഞ് 2011 ആയപ്പോഴത്തോളം ആളുകളിൽ അതിനെ സംബന്ധിച്ച് വേറൊരാൾ കോട്ടയത്ത് നിന്നുള്ള ഒരാളുടെ സഹായത്തോടു കൂടി 80,000 രൂപ കൊടുത്ത് ആ ഏജൻസി എടുത്തു. ഇന്നും ഒരു തടസ്സമില്ലാതെ നടത്തിക്കൊണ്ട് മുന്നോട്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. പ്രതിസന്ധികളെ തരണം ചെയ്തു. ഇങ്ങനെ മല ഡെയിലി കയറി ഇറങ്ങും വയ്യായി ഒന്നും തോന്നാറില്ലേ? അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പോവില്ലേ മക്കളെ? സുഖമായിട്ട് പോണു അല്ലേ? ഇനി അടുത്ത യാത്ര എങ്ങോട്ടേക്കാ? അടുത്ത യാത്ര ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ശിവരാത്രിക്ക് നേപ്പാളിൽ പോകും. നേപ്പാളിൽ വർഷം പോകുന്നു. അവിടെ ശിവരാത്രി അപ്പോൾ നേപ്പാളിലായിരിക്കും. നേപ്പാളിൽ ശിവരാത്രി 26 വർഷമായിട്ട് നേപ്പാളിലെ ശിവരാത്രി. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ്. പക്ഷേ ശ്രീധരേട്ടൻ്റെ യാത്ര ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. വേണുവിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.